Hello, hi, welcome back to Learnino. So, Engineering Colleges in Kerala എന്നുള്ള വീഡിയോ സീരീസിൽ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊക്കെയാണ് ഗവൺമെന്റ് കോളേജസ് ഉള്ളത്, അതേപോലെ തന്നെ കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ഏതൊക്കെയാണുള്ളത്, അവിടെ ഏതൊക്കെ ബ്രാഞ്ചസ് ആണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്കും ഓട്ടോണമസ് കോളേജസിലേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. അപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മെറിറ്റ് സീറ്റും വരുന്നുണ്ട്, മാനേജ്മെന്റ് സീറ്റും വരുന്നുണ്ട്. അതായത് മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കീം എക്സാം എഴുതി ആ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് നമുക്ക് കിട്ടുന്ന സീറ്റാണ്. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് മാനേജ്മെന്റ് സീറ്റിലും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് രണ്ടിനും ഫീ സ്ട്രക്ചർ ഒക്കെ ഡിഫറെന്റ് ആണ്. സോ ബിഫോർ ദാറ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് നമുക്ക് ഒരു 3 കാര്യങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ AICTE അംഗീകാരമുള്ള കോളേജ്, അതായത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരമുള്ള കോളേജ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പൊ കോളേജിന്റെ വെബ്സൈറ്റിൽ ഒക്കെ ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. രണ്ടാമത്തത് NAAC അക്രഡിറ്റേഷൻ. NAAC എന്ന് പറയുന്ന നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ്. സോ ഇതില് നമുക്ക് UGCയുടെ അണ്ടറിൽ വരുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പൊ NAAC ഈ പറഞ്ഞ കോളേജസിലൊക്കെ ഒരു ഗ്രേഡ് കൊടുത്തിട്ടുണ്ടാവും, ലൈക്ക് A++, A+, A, B++, B+ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അവിടെ ഓരോ കോളേജിന്റെയും അവിടുത്തെ ഫാക്കൽറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ബാക്കിയുള്ള ഫെസിലിറ്റീസും അക്കാഡമിക് ആയിട്ടുള്ള കരിക്കുലം എങ്ങനെയാണ് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞത്. അതായത് അവിടുത്തെ ഒരു ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് കൊടുക്കുന്ന ഗ്രേഡ് ആണ്. അപ്പൊ NAACന്റെ ഗ്രേഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കോളേജിന്റെ ഫെസിലിറ്റിയെ കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ കിട്ടും. അതേപോലെയുള്ള ഒരു അക്രഡിറ്റേഷൻ ആണ് NBA എന്ന് പറയുന്ന നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. സോ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷനും ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കോളേജസിലൊക്കെ NBA അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കോളേജിന്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത് ഇപ്പൊ NAACന്റെ ഗ്രേഡ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഒരു കോളേജിനെ നമുക്ക് വിലയിരുത്തുമ്പോൾ ആദ്യം ഈ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഫസ്റ്റ് വിലയിരുത്താം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് മാനേജ്മെന്റ് സീറ്റിലൊക്കെ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നവര് കൃത്യമായിട്ട് അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. ലൈക്ക് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നല്ല ഫാക്കൽറ്റീസ് ഉണ്ടോ, അതേപോലെ തന്നെ നല്ല ലൈബ്രറി ഫെസിലിറ്റി ഉണ്ടോ. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെയല്ല, അപ്പൊ കോളേജ് ലെവൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനൊക്കെയുള്ള ഫെസിലിറ്റി, ഇപ്പൊ ലൈബ്രറി എന്ന് പറയുമ്പോൾ ബുക്സ് മാത്രമല്ല, ഇപ്പൊ ഡിജിറ്റൽ ലൈബ്രറി എങ്ങനെയാണ്, അത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ അവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് എങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് അവിടെ പഠിച്ചിറങ്ങിയ സീനിയേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ക്യാമ്പസ് ഫെസിലിറ്റി എങ്ങനെയൊക്കെയാണ്, ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ദെൻ അവിടുത്തെ കോകരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ടെക് ഫെസ്റ്റും. കാരണം അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സാം എഴുതുക പാസ്സാവുക എന്നുള്ളതല്ല, അതിനപ്പുറം നമുക്ക് ഉള്ള എക്സ്പോഷേഴ്സിനെ കുറിച്ച്, അതേപോലെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കോളേജ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ എക്സ്ട്രാ ആയിട്ട് അവര് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് പ്രവർത്തിക്കുന്ന കോളേജ് ആണോ. അങ്ങനെ നമുക്ക് ആ ഒരു കോളേജിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതുപോലെ കോളേജസിൽ പോയിട്ട് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാടധികം കോളേജിന്റെ അവിടെ പല കോഴ്സുകൾ ഉണ്ട്. അപ്പൊ നമ്മളെ പോയി ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ റാങ്ക് കുറച്ച് താഴോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടോപ്പ് കോളേജസിൽ നമ്മൾ വിചാരിച്ച ബ്രാഞ്ചിന് അഡ്മിഷൻ കിട്ടാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളതല്ല, നമ്മൾ ആ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജിൽ
കാരണം നമ്മുടെ ഒരു 4 ഇയേഴ്സ് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ 4 ഇയേഴ്സ് വേർത്ത് ആയിരിക്കണം. ആ 4 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി നമ്മളൊരു ജോബിന് റെഡി ആവുന്ന രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ. സോ നമ്മൾ ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് ഇതുവരെ ചെയ്തത്. അപ്പൊ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കാണുക. ഇനി അടുത്തത് നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത് എഞ്ചിനീയറിംഗിൽ, അതിലപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.